വെൽക്കം ടു മാസ്റ്റർ കെ അക്കാദമി. അപ്പോൾ നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ IT അതിനകത്ത് നെറ്റ്വർക്കിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ നോക്കിയത് ISO OSI റെഫറൻസ് മോഡലിൻ്റെ പല ലെയറുകളും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെയാണ്. ഇവിടെ നമ്മൾ ഓരോ ലെയറിലും TCP/IP പോലത്തെ ഉള്ള പ്രോട്ടോക്കോളുകൾ അല്ലെങ്കിൽ ഓരോ TCP/IPയിലൊക്കെ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളുകളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോട്ടോക്കോളുകൾ. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പം യഥാർത്ഥത്തിൽ ഈ ലെയറുകളെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം, എല്ലാ ലെയറുകളും ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രോട്ടോക്കോൾ യൂസ് ചെയ്താണ്. പ്രോട്ടോക്കോൾ തന്നെയാണ് എല്ലാ ലെയറിലും പറയുന്നത്. ഇവിടെ നമുക്ക് ഇന്റർനെറ്റ് പ്രോട്ടോക്കോളിനെ കുറിച്ച് കുറച്ച് പ്രോട്ടോക്കോളുകളെ കുറിച്ച് പറയാം. എന്താണ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set of rules that allow computer and other devices to communicate over the internet. ഇന്റർനെറ്റിലൂടെ കമ്പ്യൂട്ടറിനും മറ്റ് ഡിവൈസുകൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നിർവചിച്ചിരിക്കുന്ന കുറേ റൂൾസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ. ദിസ് പ്രോട്ടോകോൾ എൻഷുർ ദാറ്റ് ഡാറ്റ ഈസ് സെൻഡ് റിസീവ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് കറക്റ്റ്ലി ബിറ്റ്വീൻ ഡിഫറെന്റ് സിസ്റ്റംസ്. ദിസ് പ്രോട്ടോകോൾ ensure that data is sent, received and understood correctly between different systems. ഈ വിവിധ സിസ്റ്റംസ് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസുകൾ തമ്മിലോ ഡേറ്റയെ കൃത്യമായിട്ട് യാതൊരുവിധ എററും കൂടാതെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കുന്നത് ഈ റൂളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. എന്താണ് റൂള്? കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ റോഡ് നിയമങ്ങൾ. എന്തിനാണ് ഈ റോഡ് നിയമങ്ങൾ ഉണ്ടാക്കിയത്? ഒരുപാട് ടൈപ്പ് നിയമങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ എന്തിനാണ് നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമങ്ങളില്ലെങ്കിൽ മനുഷ്യൻ കാണില്ല, അല്ലെ? ആരെ വേണമെങ്കിലും കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഈ നിയമങ്ങളെല്ലാം തന്നെ പല രീതിയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. നമുക്ക് ഈ റോഡ് നിയമം എന്ന് പറഞ്ഞൊരു നിയമത്തിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, ഈ റോഡ് നിയമം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കൊളീഷൻ ഇല്ലാതെ കൂട്ടിയിടി ഇല്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന, വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റുന്നത് എന്താണ്? ഈ നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ്. എല്ലാ വാഹനങ്ങളും റോഡിൽ ഇറങ്ങുന്ന എല്ലാ വ്യക്തികളും ആ റോഡ് നിയമങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കൂ? നമുക്ക് കൊളീഷൻസ് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടത്ത് സൈഡിൽ കൂടെ സഞ്ചരിക്കണം, അല്ലെങ്കിൽ ജംഗ്ഷനിലെത്തുമ്പോൾ ഈ രീതിയിൽ വേണം അടുത്ത ക്രോസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ നിയമത്തിനകത്തുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾസിന്റെ പ്രധാനപ്പെട്ട ആ നിയമങ്ങൾ എന്താണ് അതിനകത്ത് നിർവചിക്കുന്നത്? ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ഡേറ്റയെ എറർ കൂടാതെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഈ റൂൾസിന്റെ പ്രധാനപ്പെട്ട ജോലി, അല്ലെങ്കിൽ ഈ റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നതിന് വേണ്ടിയാണ്. There are many types of internet protocols, each serving a specific purpose, such as transferring files, sending emails or securing data. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതായത് ഓരോ ജോലി, ഓരോ ആക്ടിവിറ്റീസ് ഇന്റർനെറ്റിൽ ചെയ്യാനും ഓരോ പ്രോട്ടോകോൾ ഉണ്ട്. നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള പ്രോട്ടോകോൾ എന്തായിരിക്കണം? പാലിക്കണം. നമ്മൾ പാലിക്കേണ്ടതല്ല, കമ്പ്യൂട്ടർ പാലിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ആ കമ്പ്യൂട്ടർ എങ്ങനെ വേണം ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പം ചെയ്യേണ്ടത്. അപ്പോൾ ആ റൂൾസ് ഒക്കെ ഓൾറെഡി നമ്മുടെ OSനോടൊപ്പം തന്നെ ഉള്ളതാണ്. നമ്മൾ ഈ റൂൾസ് പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കമ്പ്യൂട്ടറിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നെറ്റ്വർക്കിങ്ങിന് എങ്ങനെയാണ് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യേണ്ടത്, നെറ്റ്വർക്ക് ചെയ്യേണ്ടതൊക്കെ അതിനകത്തുണ്ട്. അപ്പം അങ്ങനെ എന്താണ്, ദർ ആർ മെനി ടൈപ്പ് ഓഫ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, പല ടൈപ്പുള്ള ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, ഈച്ച് സ്പെസിഫിക്, ഓരോന്നിനകത്ത് സർവിങ് എ സ്പെസിഫിക് പർപ്പസ്, ഓരോ പർപ്പസിന് വേണ്ടിയായിരിക്കും. എങ്ങനെ വേണം ഫയൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, എങ്ങനെ വേണം ഫയൽ സെൻഡ് ചെയ്യേണ്ടത്, ഇമെയിൽ സെൻഡ് ചെയ്യേണ്ടത്, എങ്ങനെ എത്ര സെക്യൂർ ആയിട്ട് വേണം ഡാറ്റ സെൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ പ്രവർത്തിക്കുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വർക്കിംഗ് ഓഫ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഒരു ഇന്റർനെറ്റ് പ്രോട്ടോകോളിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വർക്കിംഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിവൈഡിങ് ഡേറ്റ ഇൻറ്റു പാക്കറ്റ്സ്. ആദ്യം തന്നെ ഈ പ്രോട്ടോകോളിന്റെ ഒരു ജോലിയാണ് പാക്കറ്റുകളായിട്ട് ഡേറ്റയെ മുറിക്കുക എന്നുള്ളത്. വെൻ യു സെൻഡ് ഇൻഫർമേഷൻ ഓവർ ദ ഇന്റർനെറ്റ്, IP സ്പ്ലിറ്റ് ഇൻറ്റു സ്മോളർ പാർട്സ് കാൾഡ് പാക്കറ്റ്സ്. ഈ റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഫർമേഷനെ പാക്കറ്റുകളാക്കി മാറ്റുന്നത്. ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻസ് എ പീസ് ഓഫ് ഡേറ്റ ആൻഡ് ദ അഡ്രസ് ഓഫ് വെയർ ഇറ്റ് നീഡ് ടു ഗോ. ഓരോ പാക്കറ്റിനകത്തും ഒരു പീസ് ഓഫ് ഡേറ്റയും കാണും. ഇത് എത്തേണ്ട അഡ്രസ്, IP അഡ്രസ്സും എവിടെ കാണും? ഈ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സും എവിടെ കാണും? ഈ പാക്കറ്റിനകത്ത് ഉണ്ടാവും. അപ്പം ആദ്യം തന്നെ ഇൻഫർമേഷനെ പാക്കറ്റുകളായിട്ട് തിരിക്കുന്നു IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അതിനുശേഷം അഡ്രസ്സിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നു. എവരി ഡിവൈസസ് കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ് ഹാസ് ആൻ ഓൺ IP അഡ്രസ്, അല്ലെ? ദീസ് അഡ്രസ് ഹെൽപ്പ് ഐഡന്റിഫൈ വെയർ ദ ഡാറ്റ ഈസ് ബീങ് സെൻഡ് ഫ്രം ആൻഡ് വെയർ ഇറ്റ് ഷുഡ് ബി ഡെലിവേർഡ്. അപ്പൊ പാക്കറ്റുകളാക്കി തിരിക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് അഡ്രസ്സ്, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ട അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു, അല്ലെ? അഡ്രസ്സ് പ്ലേസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ
അതിനുശേഷം റൗട്ടിംഗ് ദ പാക്കറ്റ്, ആ പാക്കറ്റുകളെ കൃത്യമായിട്ട് റൂട്ട് കണ്ടുപിടിച്ച് എത്തിക്കുക എന്നുള്ളതാണ്. ആസ് പാക്കറ്റ് ട്രാവൽ അക്രോസ് ദ ഇന്റർനെറ്റ് ദേ പാസ് ത്രൂ സെവറൽ ഡിവൈസസ് കാൾഡ് റൂട്ടേഴ്സിലൂടെ അല്ലെ റൗട്ടേഴ്സിലൂടെ ഡേറ്റയെ കൃത്യമായിട്ട് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് ഒപ്റ്റിമൽ പാത്ത് കണ്ടുപിടിച്ച് എത്തിക്കാനും ഈ പ്രോട്ടോകോളിനകത്ത് പറയുന്നുണ്ട്, റൂൾസ് പറയുന്നുണ്ട്. ദീസ് റൂൾസ് ഹെൽപ്പ് ഡയറക്ട്ലി ദ പാക്കറ്റ് ടുവേർഡ്സ് ദ കറക്റ്റ് ഡെസ്റ്റിനേഷൻ ലൈക്ക് ഹൗ മെയിൽ ഈസ് സോർട്ടഡ് അറ്റ് ഡിഫറെന്റ് പോസ്റ്റ് ഓഫീസ്. നമുക്ക് ഓരോ മെയിലും ഓരോ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഏത് ഭാഗത്തേക്കാണോ പോകേണ്ടത്, അടുത്ത പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ അടുത്ത പോസ്റ്റ് ഓഫീസിലേക്ക് ചെല്ലുന്നു, അവിടെ നിന്ന് വീണ്ടും അടുത്ത പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നു, അങ്ങനെ അവസാനം ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. ആ ഒരു രീതിയാണ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. Reassemble the data. Once all the packets arrived at the destination, they are put back together to പാക്കറ്റുകളായിട്ട് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആ പാക്കറ്റുകളെ റീഅസംബിൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. കാര്യം ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ റീഅസംബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹാൻഡ്ലിംഗ് മിസ്സിംഗ് പാക്കറ്റ്സ്. If packets don't arrive, the system can request that they be seen again. Sure the complete data sent again, making sure the complete data is received. എന്താണ്, ഇനി ഏതെങ്കിലും ഡേറ്റ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ട് ഡേറ്റ എത്തിയിട്ടില്ല എങ്കിൽ, ഏതെങ്കിലും ഡേറ്റ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിസ് ചെയ്ത ഡേറ്റയെ വീണ്ടും എങ്ങനെ വേണം സെൻഡ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കേണ്ടതെന്നും ആ വരുന്ന ഡേറ്റ എങ്ങനെ വേണം ഹാൻഡിൽ ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഒരു ഇന്റർനെറ്റ് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്ന് നോക്കാം. അതിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോളിനെ നമ്മൾ പല പേരുകളിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോലികൾ ചെയ്യാൻ ആവശ്യമായ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഉണ്ട്. ഒന്ന് TCP/IP എന്ന് പറയുന്നു, SMTP എന്ന് പറയുന്നു, PPP. അപ്പൊ ഈ ഒരു ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക എക്സ്പാൻഷനും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, PPP പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. ഇനിയുണ്ട്, കുറെ ഉണ്ട്. അത് FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, SFTP സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അത് HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ, ടെൽനെറ്റ് എന്താണ് ടെർമിനൽ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. അതേപോലെ ടൈപ്പ് ഓഫ് ഇനി തീർന്നില്ല, പോപ്പ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ, IPv4, IPv6, ICMP, UDP, IMAP, SSH, ഗോപ്പർ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് പ്രോട്ടോകോളുകളും എവിടെയുണ്ട്, ഇന്റർനെറ്റ് പ്രോട്ടോകോളിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് പ്രോട്ടോകോൾ ഇപ്പൊ പഠിക്കാം, ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പൊ TCP/IP പ്രോട്ടോകോൾ, കുറച്ച് പ്രോട്ടോകോളുകളെ കുറിച്ച് നോക്കാം. TCP/IP പ്രോട്ടോകോൾ നമ്മൾ പഠിച്ചതാണ്. OSI പറഞ്ഞപ്പോൾ അല്ലെ, OSIയുടെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് TCP/IP എന്ന് പറഞ്ഞാൽ. TCP/IP model is a framework that is used to model the communication in a network. It is mainly a collection of network protocol. ഉണ്ടോ, ഇതൊരു കളക്ഷൻ ഓഫ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ്, ഒരു സ്യൂട്ട് ആണ് TCP/IP സ്യൂട്ട് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദീസ് പ്രോട്ടോകോൾ ഇൻ ഡിഫറെന്റ് ലേയേഴ്സ് ഫോർ മോഡലിംഗ് ദ നെറ്റ്വർക്ക്. അപ്പം ഇതെന്താണ്, ഒരു ഡിഫറെന്റ് ഒരു പ്രോട്ടോകോളുകളുടെ ഒരു കളക്ഷൻ ആണ്. ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലി ചെയ്യാൻ ആവശ്യമായ പ്രോട്ടോകോളുകളുടെ ഒരു സ്യൂട്ടാണ്, ലെയറുകളായിട്ട് ആ പ്രോട്ടോകോളെ അടുക്കി വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് എന്ത് TCP/IP എന്ന് പറയുന്നത്. The original TCP/IP സ്റ്റാൻഡേർഡ്, യഥാർത്ഥ TCP/IP അതായത് RFC 112 എന്ന് പറയുന്നതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് എത്ര ലെയറുകളാണുള്ളതെന്നാണ് പറയുന്നത്. അതിനകത്ത് 4 ലെയറുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ചിലയിടത്ത് ചിലപ്പോൾ 5 കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 4 ലെയറുകളാണ്. While the OSI model has 7 layers, OSI മോഡലിന് 7 ലെയറുകൾ ഉണ്ടെങ്കിലും TCP/IPക്ക് 4 ലെയറുകളായിട്ടാണ് TCP/IP ഉണ്ടാക്കിയിരുന്നത്. ഈ 7 ലെയറുകളുടെ കോംപ്ലിക്കേഷനൊക്കെ കുറച്ച് വളരെ എളുപ്പമാക്കി മാനേജ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ 4 ലെയറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് അതിന്റെ 4 ലെയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ഇന്റർനെറ്റ് ലെയർ ആൻഡ് നെറ്റ്വർക്ക് ലെയർ. ആപ്ലിക്കേഷൻ ലെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ OSIയുടെ ആപ്ലിക്കേഷൻ ലെയറിന്റെ ഫംഗ്ഷൻസ് ഒക്കെ തന്നെയാണ് ഇവിടെ. ആപ്ലിക്കേഷൻ ലെയർ ഇസ് ദ ടോപ്പ് ലെയർ ഓഫ് TCP/IP. OSIയുടെയും ടോപ്പ് ലെയർ തന്നെയാണ്. ആൻഡ് ദ വൺ ക്ലോസസ്റ്റ് ടു ദ യൂസറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെയറാണ്. കാര്യം യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷനുകളെല്ലാം ഏത് ലെയറിലാണ്, ഈ ആപ്ലിക്കേഷൻ ലെയറിലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷനുകളായിക്കോട്ടെ, ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്മാർട്ട് FTP അല്ലെങ്കിൽ എന്താണ് SSH അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ദിസ് വെയർ ഓൾ ദ ആപ്പ് യു യൂസ് ലൈക്ക് വെബ് ബ്രൗസറുകൾ ഉപയോഗിക്കുന്നത് ഈ ലെയറിലാണ്. എങ്ങനെയാണ്, ഇമെയിൽ ക്ലയന്റുകൾ, ഫയൽ ഷെയറിംഗ് ടൂൾസ്, ഇവയെല്ലാം എന്താണ് വർക്ക് ചെയ്യുന്നത് ഏത് ലെയറിലാണ്, ആപ്ലിക്കേഷൻ ലെയറിലാണ്.
ഈ ആപ്ലിക്കേഷൻ ലെയറിൽ പ്രവർത്തിക്കുന്ന പ്രോട്ടോക്കോളിന്റെ പേര് പറയുകയാണെങ്കിൽ HTTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഈ ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. FTP എന്ന് പറയുന്ന ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഈ ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ SMTP എന്ന് പറയുന്ന മെയിലിങ്ങിന് വേണ്ടി ഇമെയിൽ അയക്കാൻ വേണ്ടിയും DNS എന്ന് വെച്ചാൽ വെബ്സൈറ്റ് അഡ്രസ്സുകൾ റിസോൾവ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ പ്രോട്ടോകോളുകളെല്ലാം ഈ ആപ്ലിക്കേഷൻ ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്തത് ട്രാൻസ്പോർട്ട് ലെയർ. It is responsible for making sure that data is sent reliable and in the correct order between ഡിവൈസുകളിൽ തമ്മിൽ ഡേറ്റ എത്തിക്കുക എന്ന് പറയുന്ന ഒരു റോളാണ് ട്രാൻസ്പോർട്ട് ലെയറിന്റെ. ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയെ കൃത്യമായിട്ട് എവിടെ എത്തിക്കുക, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കൃത്യമായിട്ട് എത്തിയെന്ന് ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഈ ട്രാൻസ്പോർട്ട് ലെയറാണ്. ഇറ്റ് ചെക്ക് ദാറ്റ് ഡേറ്റ യു സെൻഡ് ലൈക്ക് എ മെസ്സേജ്, ഫയൽ ഓർ വീഡിയോ അറൈവ്ഡ് സേഫ്ലി ആൻഡ് കംപ്ലീറ്റ്ലി, സേഫ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എത്തിയെന്ന് ഉറപ്പുവരുത്തുന്ന ഏത് ലെയറാണ്? ട്രാൻസ്പോർട്ട് ലെയറാണ്. ദിസ് ലെയർ അതായത് ഉറപ്പുവരുത്തുക വെച്ചാൽ അത് ഉറപ്പുവരുത്താൻ ആവശ്യമായ പ്രോട്ടോകോൾ അടങ്ങിയിരിക്കുന്ന ഏത് ലെയറിലാണ്? ട്രാൻസ്പോർട്ട് ലെയറിലാണ്. പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ കുറെ റൂൾസ്, ഈ റൂൾസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിന്റെയും റൂൾസ് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഡേറ്റ എത്തുന്നത്. ദിസ് ലെയർ മെയിൻലി യൂസ് ടു പ്രോട്ടോകോൾ. ഇവിടെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രോട്ടോകോളാണ് TCP എന്നും UDP എന്നും. ഇതിനെക്കുറിച്ച് ഒന്ന് അറിയണം. TCP UDP പരീക്ഷയ്ക്ക് എപ്പോഴും വരാറുള്ള ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് ഉപയോഗിക്കുന്ന രണ്ട് പ്രോട്ടോകോളാണ് TCP UDP. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ്? TCP UDP തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ TCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TCP is used when data must be error free. TCP ഉപയോഗിക്കുന്നത് ഡേറ്റയ്ക്ക് ഒരു കാരണവശാലും എറർ വരാതെ കംപ്ലീറ്റ് ആയിട്ട് ഡേറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം, എത്തിക്കണം. ആൻഡ് ഇൻ ഓർഡറിൽ തന്നെ എത്തിക്കണം. അതായത് ഡേറ്റ നഷ്ടപ്പെടരുത്, കംപ്ലീറ്റ് ആയിട്ട് എത്തണം, ഓർഡറിൽ എത്തണം. അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഡേറ്റകൾ നമ്മൾ എന്തായിട്ടാണ് അയക്കുന്നത്? TCP ആയിട്ടാണ് അയക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വെബ്സൈറ്റ് ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ആ വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ലോഡ് ചെയ്യണ്ടേ? സ്ക്രീനിൽ കുറച്ച് ലോഡ് ചെയ്താൽ മതിയോ? മാത്രമല്ല ലോഡ് ചെയ്യുന്ന ഓർഡറിൽ തന്നെ ലോഡ് ചെയ്യണ്ടേ? അത് വെബ്സൈറ്റിന്റെ താഴത്തെ ഭാഗം മുകളിലും മുകളത്തെ ഭാഗം താഴെയായ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ വെബ്സൈറ്റുകളൊക്കെ ലോഡ് ചെയ്യുമ്പോൾ TCP എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മെയിൽ സെൻഡ് ചെയ്യുമ്പോഴെല്ലാം ഏത് പ്രോട്ടോകോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? TCP എന്ന് പറയുന്ന പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ TCP പ്രോട്ടോകോളിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചോദ്യം കൂടി അറിഞ്ഞിരിക്കണം. ഇത് ഏത് ലെയറിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്? ട്രാൻസ്പോർട്ട് ലെയറിനകത്ത്. TCPയും UDPയും ട്രാൻസ്പോർട്ട് ലെയറിലെ രണ്ട് പ്രോട്ടോകോളാണ്. അടുത്തത് ഓക്കെ, TCP കുറിച്ച് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ചെക്ക് ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചെക്ക് ഫോർ എറർ ഇൻ ഡാറ്റ. ഡാറ്റയ്ക്കകത്ത് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു ഈ TCP പ്രോട്ടോകോൾ സ്യൂട്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന റൂൾസ് റെഗുലേഷൻസ് വെച്ച് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇനി എറർ ഉണ്ടെങ്കിൽ റീസെന്റ് ലോസ്റ്റ് ഓർ ഡാമേജ് ഡാറ്റ, എങ്ങനെയാണ് ഡാറ്റ റീസെന്റ് ചെയ്യേണ്ടതെന്ന് അതിനകത്ത് പറയുന്നു. എൻഷർ എവരിതിങ് അറൈവ്ഡ് ഇൻ ദ റൈറ്റ് ഓർഡർ, കറക്റ്റ് ഓർഡറിൽ തന്നെ എല്ലാം എത്തിയെന്ന് ഉറപ്പുവരുത്തുന്നു. പ്രൊവൈഡ് റിലയബിൾ കണക്ഷൻ ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് കൃത്യമായിട്ട് കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതൊരു പോയിന്റ് ആണ്. കണക്ഷൻ, മറ്റേത് കണക്ഷൻ ലെസ്സും ഇത് കണക്ഷൻ ഓറിയന്റഡും ആണ്. TCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TCP ഒരു കണക്ഷൻ ഓറിയന്റഡ് ആണ് തമ്മിൽ. അപ്പം മറ്റേത് കണക്ഷൻ ലെസ് എന്ന് വെച്ചാൽ കണക്ഷൻ ഇല്ലെന്നല്ല അർത്ഥം. ഇത് ലൈവായിട്ട് കണക്ഷൻ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നത്, അതാണ് കണക്ഷൻ ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. UDP യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ അടുത്ത രണ്ടാമത്തെ ടൈപ്പാണ്. യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോളിൽ നമ്മളിപ്പം ഓൺലൈൻ ഗെയിമിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ലൈവ് വീഡിയോ സ്ട്രീമിംഗ് നടത്തുമ്പോഴോ ഒക്കെ നമ്മൾ വോയിസ് നമ്മൾ വാട്സപ്പ് കോൾ ചെയ്യുമ്പോഴും ഒക്കെ ഉപയോഗിക്കുന്ന UDP പ്രോട്ടോകോളാണ്. ഇവിടെ ഒരു എറർ ചെക്ക് ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വിട്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സംസാരിച്ച ഡാറ്റ തിരിച്ചു വരുത്തൊന്നുമില്ല, പോയി അല്ലെ. അപ്പൊ ലൈവ് സ്ട്രീമിങ്ങിനകത്ത് കുറച്ച് നേരം സ്റ്റക്കായിട്ട് നിന്നു, പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റക്കായിട്ട് പിന്നെ ബാക്കി ഡാറ്റ അല്ല വരുന്നത്, അവിടെ തൊട്ടുള്ള ഡാറ്റയെ വരുത്തുള്ളൂ. നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ ആ ഓർഡറിൽ തന്നെ വരണമെന്നൊന്നുമില്ല. ചില ഓർഡറിൽ മിസ്സാവാം, നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മൂന്നാമത്തെ നഷ്ടപ്പെട്ടു, പിന്നെ വരുന്ന നാലാമത്തെ ആയിരിക്കും. 3 വരണമെന്നില്ല അല്ലെ. അതെന്താ? ഫാസ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ്. അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഏതാണ്? UDP ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടി വോയിസ് കോളിങ്ങിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? UDP പ്രോട്ടോകോൾ ആണ്. ഓക്കെ. അടുത്തത് ഇന്റർനെറ്റ് ലെയറിനെ കുറിച്ച്. TCPക്കകത്ത് ഇന്റർനെറ്റ് ലെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർനെറ്റ് ലെയർ, ഇതിനെ നെറ്റ്വർക്ക് ലെയർ എന്ന് വിളിക്കും. is responsible for routing data across different network to ensure it reach the correct destination. റൂട്ട് കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു ലെറ്റർ കൊണ്ടു, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ലെറ്റർ അയക്കുന്നു, അതൊരു പോസ്റ്റ് ഓഫീസിൽ എത്തുന്നു. ആ പോസ്റ്റ് ഓഫീസിൽ നിന്നും ആ അഡ്രസ് നോക്കിയിട്ട് ഇത് ഏത് പോസ്റ്റ് ഓഫീസിലേക്കാണ് പോകേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ പോസ്റ്റ് ഓഫീസിലേക്ക് ഏത് ഷോർട്ടസ്റ്റ് റൂട്ട് ഏതാണ് എത്തിക്കാൻ ഉള്ളത് നോക്കുന്നു. അങ്ങനെയൊക്കെ നോക്കി ആ പോസ്റ്റ് ഓഫീസിൽ എത്തുന്നു. ആ പോസ്റ്റ് ഓഫീസിന് വീണ്ടും ആ അഡ്രസ് നോക്കിയിട്ട് അടുത്ത് ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കണ്ടുപിടിച്ചിട്ട് ഷോർട്ടസ്റ്റ് റൂട്ട് കണ്ടുപിടിച്ച് അത് അവിടെ എത്തിക്കാൻ വേണ്ടിയൊക്കെ അതെങ്ങനെ വേണം ചെയ്യേണ്ടത്, ആ റൂൾസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്റർനെറ്റ് ലെയറിലാണ്. ട്രാൻസ്പോർട്ട് ലെയർ ഹാൻഡിൽ ഹൗ ഡാറ്റ is sent. ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് ഹൗ ഡാറ്റയാണ് സെൻഡ് ചെയ്യാൻ പറയുന്നെങ്കിൽ ഇന്റർനെറ്റ് ലെയർ ഹാൻഡിൽ വേർ ഇറ്റ് ഗോസ്, ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് നിർവചിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഇന്റർനെറ്റ് ലെയർ ആണ്.
ഇറ്റ് ആക്ട് ലൈക്ക് ദ പോസ്റ്റൽ സർവീസ് ഫോർ ദ നെറ്റ്വർക്ക് ടേക്കിംഗ് സെഗ്മെന്റ് ഫ്രം ദ ട്രാൻസ്പോർട്ട് ലെയർ. ഒരു പോസ്റ്റൽ സർവീസ് പോലെയാണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെയിൻ പ്രോട്ടോകോൾ, ഇതൊന്ന് ഓർത്ത് വെച്ചുക, ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് IP എന്ന് പറയുന്ന പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, ICMP ആൻഡ് ARP. ഓക്കെ, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. അപ്പൊ ഈ പ്രോട്ടോകോളുകളൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇന്റർനെറ്റ് ലെയറിനകത്ത് ഉപയോഗിക്കുന്ന പ്രോട്ടോകോളുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. IP, ICMP, അതേപോലെ ARP. അടുത്ത നെറ്റ്വർക്ക് ആക്സസ് ലെയർ. നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ലെയർ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ ബെസ്റ്റ് പാത്ത് ഫോർ ഡാറ്റ ടു ട്രാവൽ അക്രോസ് ഡിഫറെന്റ് നെറ്റ്വർക്ക് സോ ഇറ്റ് ക്യാൻ റീച്ച് ദ റൈറ്റ് ഡെസ്റ്റിനേഷൻ. അപ്പം ഈ നേരത്തെ പറഞ്ഞതിനകത്ത് എല്ലാ കാര്യങ്ങളും അവിടെയല്ല ചെയ്യുന്നത് കേട്ടോ. അതിനകത്തൊരു തിരുത്തുണ്ട്. എല്ലാ കാര്യങ്ങളും അവിടെയല്ല. ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നത് ഈ നെറ്റ്വർക്ക് ലെയറിനകത്താണ്. നെറ്റ്വർക്ക് ലെയർ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ ബെസ്റ്റ് പാത്ത്. മറ്റേത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഏത് ഡയറക്ഷനിലേക്ക് പോകേണ്ടതെന്ന് പോസ്റ്റ്മാൻ ഇരുന്ന് പോകേണ്ട ഡയറക്ഷൻ മാത്രം കണ്ടുപിടിക്കുന്നു. ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ട് അടുത്ത ആളാണ് ഇനി അത് പോകേണ്ട വഴി കണ്ടുപിടിക്കുന്നതെങ്കിൽ അതാണ് നെറ്റ്വർക്ക് ആക്സസിന്റെ ലെയറിന്റെ പ്രധാനപ്പെട്ട. ഇറ്റ് വർക്ക് ലൈക്ക് എ ട്രാഫിക് കൺട്രോളർ. ഒരു ട്രാഫിക് കൺട്രോളർ പോലെയാണ് ഹെൽപ്പ് ഡേറ്റ പാക്കറ്റ്സ് മൂവ് ഫ്രം വൺ നെറ്റ്വർക്ക് ടു അനദർ അണ്ടിൽ ദ റീച്ച് ദ കറക്റ്റ് ഡിവൈസ്. അപ്പൊ ഓരോ ഡിവൈസിൽ നിന്നും ഓരോ നെറ്റ്വർക്കിൽ നിന്നും അടുത്ത നെറ്റ്വർക്കിലേക്ക് കൃത്യമായിട്ട് ഇത് പോകേണ്ട റൂട്ട് കണ്ടുപിടിച്ച് കൺട്രോൾ ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് ഏത് നെറ്റ്വർക്ക് ലെയറിന്റെ ഉദ്ദേശം. ഓക്കെ, അത്രയാണ് നമ്മൾ TCP/IP കുറിച്ച് പറയുന്നത്. TCP/IP എന്ന് പറയുന്ന ഒരു ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ തന്നെയാണ്. അടുത്ത ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിനെ കുറിച്ച് പറയാം. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് നോക്കാം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്താണ്. അതിൽ തന്നെ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ ഉണ്ട്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഈസ് വൺ ഓഫ് ദ earliest ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഫയൽസ് ഓവർ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ്, ഒരു മെത്തേഡാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇത് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഇത് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയറിലാണ്. ആപ്ലിക്കേഷൻ ലെയർ OSI മോഡലിനകത്ത് പറയുകയാണ്. OSI റെഫറൻസ് മോഡലിനകത്ത് ഇതിനെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്ന എവിടെയാണ്? ആപ്ലിക്കേഷൻ ലെയറിലാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനേബിൾ സ്മൂത്ത് ഫയൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ എ ക്ലയന്റ് ആൻഡ് എ സെർവർ. ഒരു ക്ലയന്റും സെർവറും തമ്മിൽ ഫയലിനെ വളരെ സ്മൂത്ത് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്താണ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും ഡിഫറെന്റ് ഫയൽ സ്ട്രക്ചർ ആണെങ്കിലും ഡിഫറെന്റ് ക്യാരക്ടർ സെറ്റുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിലും എങ്ങനെ വേണം ഒരു ഫയലിനെ മറ്റൊരു ഡിവൈസിലേക്ക് എത്തിക്കാൻ? നമ്മളിപ്പം സെർവറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഫയൽ ഈസ് ഡിസൈൻഡ് സ്പെസിഫിക്കലി ഫോർ ഫയൽ ഹാൻഡ്ലിംഗ്. ഫയൽ ഹാൻഡ്ലിംഗിന് വേണ്ടി മാത്രമാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സപ്പോർട്ട് ഡിഫറെന്റ് ട്രാൻസ്മിഷൻ മോഡ്സ്. പല രീതിയിൽ നമുക്ക് ഫയൽ ASCII മോഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, അതേപോലെ FCDK മോഡ്, അതിൽ ഇമേജ് ബൈനറി മോഡ്, ഏത് രീതിയിൽ വേണമെങ്കിലും ഡിവൈസുകൾ തമ്മിൽ ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ഒരു അതെങ്ങനെ, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിനകത്ത് പറയുന്നുണ്ട്. FTP തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് FTP ഉണ്ട്. നമുക്ക് ലോഗിൻ ചെയ്ത് കയറേണ്ട FTP, സെക്യൂർ ആയിട്ടുള്ള FTP, അങ്ങനെയുള്ള കുറെ അനോണിമസ് ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന FTP. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അനോണിമസ് FTP. അനോണിമസ് FTP എന്ന് കുറിച്ച് നമുക്ക് ലോഗിനൊന്നുമില്ല. നമുക്കിപ്പോൾ ചില ഗൂഗിൾ ഡ്രൈവുകളിൽ ചില ആൾക്കാർ ഷെയർ ചെയ്ത് തരും. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഫയലിനെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഡ്രൈവിലേക്ക് നമുക്ക് നമ്മുടെ ഫയലിനെ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. പക്ഷേ പെർമിഷൻ ഉണ്ടെങ്കിൽ. പക്ഷേ ആ ഡ്രൈവിൽ നിന്ന് അതിന്റെ അപ്പുറത്തെ ഫോൾഡറിലേക്കോ ഇതിന്റെ ഇപ്പുറത്തെ ഫോൾഡറിലേക്കോ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ലോഗിനൊന്നും കൂടാതെ തന്നെ ഫയലൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനും ഒക്കെ പറ്റും. അതിനെയാണ് നമ്മൾ അനോണിമസ് FTP എന്ന് പറയുന്നത്. On some site whose files are available for public access, a user can access these files without having any username or password. അപ്പോൾ യൂസർനെയിമോ പാസ്വേഡോ ഒന്നും കൂടാതെ എന്താണ് നമുക്ക് ഫയലുകളെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് അനോണിമസ് എന്ന് പറയുന്നത് കേട്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ദ യൂസർ ക്യാൻ ബി അലൗഡ് ടു കോപ്പി ദ ഫയൽ ബട്ട് നോട്ട് നാവിഗേറ്റ് ത്രൂ ഡയറക്ടറീസ്. ഡയറക്ടറീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡയറക്ടറിലുള്ള ഫയലുകൾ നമുക്ക് കോപ്പി ചെയ്യാൻ മാത്രം. അടുത്ത പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് FTP. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് FTP എന്താണ്? സിമിലർ ടു പ്രീവിയസ് വൺ, ബട്ട് ദ ചേഞ്ച് ഇൻ ഇറ്റ് ഈസ് യൂസർ നെയിം പാസ്വേഡ്. നേരത്തെ അതേ പരിപാടി തന്നെയാണ്, പക്ഷേ ഇവിടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ടേ നമുക്ക് ആ ഡ്രൈവിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അടുത്ത FTP സെക്യൂർ. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് FTP സെക്യൂർ സോക്കറ്റ് ലെയർ, SSL, FTP SSL. It is more secure version of FTP data transfer. Whenever FTP connection is established, transport layer security is enabled. അപ്പം ഈ FTP കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ് ഇനേബിൾ ചെയ്തിരിക്കുന്ന ഒരു ഫയൽ ട്രാൻസ്ഫർ ആണ് FTP സെക്യൂർ എന്ന് പറയുന്നത്. FTP ഓവർ എക്സ്പ്ലിസിറ്റ് SSL. ഓക്കെ, അടുത്ത് FTP ഓവർ എക്സ്പ്ലിസിറ്റ് SSL ഓർ TLS എന്ന് പറയുന്ന മറ്റൊരു FTP ഉണ്ട്. ഹെൽപ്പ് ബൈ അപ്ഗ്രേഡിംഗ് FTP കണക്ഷൻ ഫ്രം പോർട്ട് 21 ടു ആൻ
എൻക്രിപ്റ്റഡ് കണക്ഷൻ. അപ്പം അതൊരു കാര്യം കൂടിയാണ്. FTP പ്രോട്ടോകോൾ അല്ലെങ്കിൽ FTP ക്ലയന്റുകൾ പ്രവർത്തിക്കുന്ന പോർട്ട് ഏതാണെന്ന് വെച്ചാൽ 21 ആണ് കേട്ടല്ലോ. ഈ പോർട്ടുകൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പോർട്ടുകൾ അറിഞ്ഞിരിക്കണം. പോർട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ആണ് പോർട്ട്, ഓരോന്നും പ്രവർത്തിക്കുന്ന പോർട്ടുകൾ. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പോർട്ടുകൾ ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം. എപ്പോഴും കോമ്പറ്റീഷൻ എക്സാമിന് ചോദിക്കുന്നതാണ് പോർട്ടുകളെ കുറിച്ച്. അപ്പൊ FTP 21 എന്ന് പറയുന്ന പോർട്ടിനകത്താണ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് അപ്പൊ 21 എന്ന് പറയുന്ന പോർട്ടിലാണ് FTP. അതിൽ SSH വർക്ക് ചെയ്യുന്നത് 22 പോർട്ടിലാണ്. ടെൽനെറ്റ് 23 പോർട്ടിലാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് SMTP വർക്ക് ചെയ്യുന്നത് 25-ലാണ്. DNS വർക്ക് ചെയ്യുന്നത് അത് 53-ലാണ്. ഇങ്ങനെ പോർട്ടുകളുടെ ഒരു നമ്പർ ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം കേട്ടോ. അത് ഓർത്ത് വെക്കണം. FTP വർക്ക് ചെയ്യുന്നത് FTP എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് 21-ലാണ്. ചിലപ്പോൾ 20-ലും ഉണ്ട്, 20 or 21 പറയാറുണ്ട്. അപ്പൊ 20 ആണെങ്കിലും ശരിയാണ്, 20-ലും FTP വർക്ക് ചെയ്യാറുണ്ട്, 21-ലും വർക്ക് ചെയ്യാറുണ്ട്. എന്നാൽ ഈ പോർട്ടുകൾ എന്നൊക്കെ അറിയാവോ? പോർട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം, പോർട്ടിനെ കുറിച്ചൊക്കെ. ഓക്കെ, ടെൽനെറ്റ് മറ്റൊരു ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ടെൽനെറ്റ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ടെൽനെറ്റ്. ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ഇറ്റ് ഈസ് എ റിമോട്ട് ലോഗിൻ പ്രോട്ടോകോൾ ആണ്. നമുക്കിപ്പോൾ സെർവറിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ലോഗിൻ ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്കൊരു സെർവർ ഉണ്ട്, അല്ലെ ദൂരെ ഇരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ നമുക്ക് ലോഗിൻ ചെയ്തുകൊണ്ട്, ഒരു ക്ലയന്റ് നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിന് ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പം ഇത് ആപ്ലിക്കേഷൻ ലെയറിൽ തന്നെയാണ് ഈ ടെൽനെറ്റ് പ്രോട്ടോകോളും പ്രവർത്തിക്കുന്നത്. റിമോട്ട് ടെർമിനൽ ആക്സസ്, നമുക്കൊരു ബ്ലാക്ക് സ്ക്രീൻ കാണും, അതിനകത്ത് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് IP അഡ്രസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ നമുക്ക് കമാൻഡുകളൊക്കെ കൊടുത്തുകൊണ്ട് ആ കമ്പ്യൂട്ടറിനകത്ത് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു രീതിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെൽനെറ്റ് പ്രോട്ടോകോളിന് വർക്കിംഗ് രീതി. ടെൽനെറ്റ് ബിലോങ്സ് ടു ആപ്ലിക്കേഷൻ ലെയർ, അത് ഞാൻ പറഞ്ഞു. ഡിപ്പെൻസ് ഓൺ TCP പ്രോട്ടോകോൾ സ്യൂട്ട്, TCPയുടെയും അതുപോലെ ആപ്ലിക്കേഷൻ ലെയർ തന്നെയാണ്. ഡീഫോൾട്ട് ഇനി TCPയുടെ ഏതെങ്കിലും സ്യൂട്ട് മാറുന്നതനുസരിച്ച് മാറുമെന്നാണ് പറഞ്ഞത്, പക്ഷേ TCP ആപ്ലിക്കേഷൻ ലെയർ തന്നെയാണ്. ടെൽനെറ്റ് എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചോദിച്ചാൽ ആപ്ലിക്കേഷൻ ലെയർ തന്നെ പറഞ്ഞാൽ മതി. ഡിഫോൾട്ട് പോർട്ട് നമ്പർ 23 ആണ് കേട്ടോ. അപ്പൊ ടെൽനെറ്റ് വർക്ക് ചെയ്യുന്ന ഡിഫോൾട്ട് പോർട്ട് നമ്പർ ഏതാണെന്ന് വെച്ചാൽ 23 ആണ്. ഫീച്ചർ ഓഫ് ടെൽനെറ്റ് ടെക്സ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, അത് വേറൊരു കാര്യം. നമ്മൾ ചിലപ്പം ഈ റിമോട്ട് ഷെയറിംഗ് ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, മിററിംഗ് ഒന്നുമല്ല, ഡെസ്ക്ടോപ്പ് മിററിംഗ് ഒന്നുമല്ല. ഇത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു രീതിയാണ് ടെക്സ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. സിമ്പിൾ ആണ്, ലൈറ്റ് വെയിറ്റ് പ്രോട്ടോകോൾ ആണ്, വളരെ കോംപ്ലിക്കേറ്റ് ഒന്നുമല്ല, കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണ്. കാര്യം ഉബുണ്ടു ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമാണ്. സപ്പോർട്ട് റിമോട്ട് കമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടർ, നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് വേറൊരു കമ്പ്യൂട്ടറിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനോ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാനോ ഒക്കെ നമുക്ക് ഈ ടെൽനെറ്റ് സഹായിക്കും. അടുത്തത് SSH സ്റ്റാൻഡ്സ് ഫോർ സെക്യൂർ ഷെൽ. സെക്യൂർ ഷെൽ എന്നാണ് SSHനെ കുറിച്ച് പറയുന്നത്. ഇത് സെക്യൂർ റിമോട്ട് ലോഗിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അലോ യൂസേജ് ടു ആക്സസ് എ റിമോട്ട് സിസ്റ്റം സെക്യൂർലി, ദൂരെ ഇരിക്കുന്ന റിമോട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തെ ഒരു യൂസറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. വർക്ക് ഓൺ ക്ലയന്റ് സെർവർ മോഡൽ. ക്ലയന്റ് സെർവർ മോഡലിനകത്താണ് എന്ത് സംഭവിക്കുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു ക്ലയന്റ് കാണും, ഒരു സെർവർ കാണും. അപ്പൊ ക്ലയന്റ് സെർവർ മോഡൽ വർക്ക് ചെയ്യുന്നതാണ് SSH. ഓപ്പറേറ്റ്സ് അറ്റ് ദ ആപ്ലിക്കേഷൻ ലെയർ. ദിസ് ഈസ് ഓൾസോ വർക്കിംഗ് ഇൻ ആപ്ലിക്കേഷൻ ലെയർ കേട്ടോ. ഇതും ആപ്ലിക്കേഷൻ ലെയർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എല്ലാം. ഓക്കെ, ഇനി കുറച്ച് പ്രോട്ടോകോളെ കുറിച്ചും അതിലെ പോർട്ട് നമ്പറിനെ കുറിച്ചും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 MCQ കൂടി നോക്കാം. ആൻസർ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെയർ ഈസ് നോട്ട് വൺ ഓഫ് ദ 4 ലെയർ ഇൻ ഒറിജിനൽ TCP/IP? അത് ഞാൻ ആദ്യം പറഞ്ഞു, ഇത് ചോദിക്കാറുള്ള ചോദ്യമാണ്. TCP/IP OSIയിലുള്ള ലെയറുകളുടെ എണ്ണവും അതിനകത്ത് ഇല്ലാത്തതും ഉള്ളതും തമ്മിലുള്ള കമ്പാരിസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ TCP/IPയിൽ ഇല്ലാത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെയർ ഈസ് നോട്ട് വൺ ഓഫ് ദ 4 ലെയർ ഇൻ ഒറിജിനൽ TCP/IP? TCP/IPയിൽ ഇല്ലാത്ത ഏതാണ്? സെഷൻ ലെയർ TCP/IPയിൽ കാണത്തില്ല. Okay. The layer of TCP/IP model responsible for routing data. Question where എടുത്തും okay. The layer of TCP/IP model responsible for routing data across different network to determine where it goes and which uses protocol like IP and എന്താണ്? The layer of the TCP/IP protocol responsible for routing data across different networks to determine where it goes and which uses protocol like IP and ICMP is known as. Question കൃത്യമല്ല എന്ന് തോന്നുന്നു. ഓക്കെ, അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ അത് പറ്റിയെന്ന് നമുക്ക് നോക്കാം. നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് പറയാം. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ കാണാം. അപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റുകളായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.